അമേരിക്ക ഇനി നീങ്ങുന്നത് കരയുദ്ധത്തിലേക്കാണോ? ഹോർമുസ് ലക്ഷ്യം വെച്ചുകൊണ്ട് വമ്പൻ പദ്ധതികളാണ് നീക്കം നടത്തുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ അമേരിക്കയും ഇസ്രായേലും പുതിയ നീക്കങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ രൂപീകരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം ഇതോടുകൂടി തന്നെ പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇനി യുദ്ധങ്ങളിൽ മാത്രമായിരിക്കില്ല, സാമ്പത്തിക രംഗത്തും പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നതാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായും സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ കരമാർഗ ഉപരോധം ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് അമേരിക്കയും ഇസ്രായേലും പരിഗണിക്കുന്നത് എന്നതാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ സമ്മർദ്ദം മാത്രം മതിയാകില്ല എന്നും ഇറാനിലേക്കുള്ള കരമാർഗ വ്യാപാരവും തടഞ്ഞാൽ മാത്രമേ ടെഹ്റാനെ യാഥാർത്ഥ്യത്തിൽ തന്നെ അത് സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂ എന്നതാണ് ഇവിടെ വിലയിരുത്തുന്നതായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ചില റിപ്പോർട്ടുകൾ പ്രകാരം വാഷിംഗ്ടണിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും എന്നതാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. സൈനിക നടപടികൾക്കൊപ്പം തന്നെ സാമ്പത്തിക ഉപരോധവും ശക്തമാക്കിക്കൊണ്ട് ഇറാന്റെ വ്യാപാര മേനികൾ അത് പൂർണ്ണമായും അവിടെ മുറിക്കാനുള്ള സാധ്യതകളാണ് ഇരു രാജ്യങ്ങളും അവിടെ പരിശോധിക്കുന്നത്. മാത്രമല്ല, ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇറാനിലേക്കുള്ള കയറ്റുമതിയും ഇറക്കുമതിയും പൂർണ്ണമായും തന്നെ തടഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം ഉയരുമ്പോൾ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ പുതിയ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ഇത് മാറുകയാണ്. എന്നാൽ ഈ പദ്ധതി നടപ്പിലാക്കുക അത്ര എളുപ്പമല്ല. കാരണം ഇറാനുമായി കര അതിർത്തി പങ്കിടുന്ന ഇറാഖ്, തുർക്കി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ തുർക്കിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹകരണം ഇല്ലാതെ തന്നെ കര ഉപരോധം ഫലപ്രദമാകില്ല. ഈ രാജ്യങ്ങൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ അതോ ഇറാനുമായി ബന്ധം തുടരാൻ അവിടെ തീരുമാനിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ നിർണായക ചോദ്യം. മറുവശത്ത് ഇത്തരം ഉപരോധങ്ങൾ അതിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ അല്ലെങ്കിൽ സുരക്ഷിതപരമായോ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക പോലും ശക്തമാണ്. അതിനാൽ തന്നെ പശ്ചിമേഷ്യയിൽ ആ ഒരു മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. വിരമിച്ച അമേരിക്കൻ ജനറൽ ഷോൺ അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കരോപരോധം പ്രായോഗികമായി തന്നെ നടപ്പിലാക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് എങ്കിൽ പോലും വിജയിച്ചാൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഉണ്ടാക്കാൻ ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ വെറും ആശയമായി തന്നെ കാണാൻ കഴിയില്ല എന്നതാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ തന്നെ ഇറാനെതിരായ സൈനിക നടപടികളെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക ശേഷി കുറയ്ക്കുകയും അതുപോലെ തന്നെ ഭീകരവാദത്തിന്റെ ശൃംഖല തകർക്കുകയും ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും എന്നാൽ ഇറാനിൽ നിന്നുള്ള ഭീഷണി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നതും ഇസ്രായേൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതുമാത്രമല്ല, പശ്ചിമേഷ്യയിൽ യുദ്ധം ഇനി മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അതിർത്തി കടന്നുകൊണ്ട് വ്യാപാര പാതകളിലേക്കും സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും നീങ്ങുന്നുവെന്ന സൂചനയാണ് റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് പിന്നാലെ തന്നെ കര അതിർത്തികളും ഉപരോധത്തിന്റെ ഭാഗമായി തന്നെ മാറുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഇറാനിൽ മാത്രം ഒതുങ്ങില്ല. ആഗോള എണ്ണ വിപണി, ചരക്കു നീക്കം, മേഖലയിലെ സാമ്പത്തിക സ്ഥിരത, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയെല്ലാം തന്നെ പുതിയ സമ്മർദ്ദം നേരിടേണ്ട സാഹചര്യം ഉണ്ടായേക്കും. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ചില നയതന്ത്ര ചർച്ചകളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ്. ഇത്തരം ഒരു കര ഉപരോധം യാഥാർത്ഥ്യമാകുമോ അതോ ചർച്ചകളിൽ മാത്രം ഒതുങ്ങുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഒന്നടങ്കം തന്നെ ഉറ്റുനോക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.